എടാ അങ്ങനെ എല്ലാരോടും ടാറ്റ ബൈ പറഞ്ഞു ചേച്ചി പോവാണ് മക്കളെ. എങ്ങോട്ടാ പോന്നെന്ന് വെച്ചാ ചേച്ചി കിട്ടിയ ചേട്ടൻ്റെ കൂടെ അഥവാ ചേച്ചിയെ കിട്ടിയ ചേട്ടൻ്റെ കൂടെ. ഇറങ്ങിയതും പോയതും വന്നതും ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിലും ഞാൻ എന്തൊക്കെ തിന്നു എന്നത് നിങ്ങളെ കാണിക്കാതിരിക്കോ? എടാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നുണ്ട്. വീട്ടിൽ നിന്ന് എയർപോർട്ട് എത്തുന്നവരെ എന്റെ മനസ്സിൽ മൊത്തവും ഫ്ലൈറ്റിൽ എന്തൊക്കെ തിന്നാൻ കിട്ടും എന്നുള്ളതായിരുന്നു ചിന്ത. മാത്രമല്ല പ്രേമനൂല് AC കമ്പാർട്ട്മെന്റിൽ കയറി ഇൻസിഡന്റ് അവസ്ഥയാവോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് എനിക്കറിയില്ലാന്ന്. ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളൊക്കെ ഇത് പട്ടിക്കാട്ടിന്ന് വരുന്നതെന്ന്. ഒരു 10-18 മണിക്കൂർ ജേണി ആയിരുന്നെങ്കിലും സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. കാരണം എന്താ, ഞാൻ കയറിയപ്പോ തൊട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. എടാ നമുക്ക് കാറ്, ട്രെയിൻ, ഓട്ടോ, ഫ്ലൈറ്റ് അങ്ങനൊന്നുമില്ല. എവിടെയാണെങ്കിലും ഞാൻ ഉറങ്ങും, അതും നല്ല അന്തസ്സായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റോണ്ടിരുന്ന ഈ ഫുഡിന്റെ ഒക്കെ മണം അടിച്ചിട്ടേ കഴിക്കാനായിരുന്നേ. പിന്നെ കുറച്ചു നേരം ചേച്ചിയും ചേട്ടനോട് ഇരുന്ന് ആംഗ്രി ബേർഡ്സ് കളിച്ചു. ഒരു കാലത്തൊക്കെ എന്തോരോ കിളികളൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുള്ളതാ. പിന്നെ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്തോണ്ട് ഈ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡ് ഒരു സംഭവമാണെന്നായിരുന്നു എന്റെ വിചാരം. കാരണം നമ്മൾ ആകാശത്തിൽ ചിലത് കഴിക്കുന്നത്. എന്തായാലും ആ ധാരണ ഇതോടെ മാർക്കറ്റ്. ഇനി ഞാൻ അവിടെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് കണ്ടറിയാം. അപ്പൊ